പ്ലീസ് തള്ളല്ലേ തള്ളല്ലേ പ്ലീസ് എന്റെ ലഗേജ് ഒന്ന് എടുത്തോട്ടെ. അല്ല അങ്ങോട്ട് ബാലൻസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അല്ല അതല്ല അല്ല വേറെ ഇല്ലേ തെരുവോടൊന്നും സമാനം. എനിക്ക് സാർ എനിക്ക് ബാലൻസ് ഇടാണ്ട് എനിക്കുണ്ട് അയ്യോ ബാലൻസ് തരാണ്ടോ? 50 രൂപ 3 മാറി എടുത്തോ. 20 രൂപ കറന്നോട്ടെ 3 മാറി എടുത്തോളൂ. തന്നാലും കുഴപ്പമില്ല കൊണ്ടുപോകണം. അല്ല അതുകൊണ്ടല്ല വേറെ അയാൾ മാറിക്കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ അയാൾ മാറിക്കൊണ്ടു. ഞാനെങ്ങനെ വരും? അയാളുടെ പേരെന്തുവാ? പോയി തിരക്കടോ. ചില്ലറ വാങ്ങാനെന്നും പറഞ്ഞു പോയ യാത്രക്കാരനെ തിരക്കി അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്ന ബസ്സിനരികിൽ തന്നെ കാത്തു നിൽക്കുന്നു. ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ എത്ര സമയം വെയിറ്റ് ചെയ്യാ? അല്ല ഞാനും നിങ്ങളോട് ഇവിടെ വെയിറ്റ്. എനിക്കതറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാശ് വേണം. അയാൾ കാശ് കൊണ്ടുവരാൻ ഞാൻ ഇവിടെ തരാനാ. എനിക്ക് ഇപ്പൊ എന്റെ കാശ് വേണം എന്ന് പറഞ്ഞാൽ താൻ കാശ് തന്നില്ലെങ്കിലേ തന്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തോണ്ട് പോകും. അയ്യോ അല്ല കുഴപ്പമില്ല അതങ്ങ് വീട്ടിൽ എത്തിച്ചാ മതി. എന്തൊരു മനുഷ്യനാ ഒരുമാതിരി യൂസ്ലെസ്. എന്റെ ദൈവമേ ഇന്നാദ്യം ഞാൻ കണി കണ്ടത്. താമസം മാറി വരികയായിരിക്കും അല്ലേ? അല്ല എങ്കിൽ പിന്നെ വല്ല കച്ചവടത്തിനുമായിരിക്കും ഇത്രയും സാധനങ്ങൾ. അതെ കച്ചവടത്തിന് തന്നെ. തനിക്ക് വല്ല വാങ്ങണമെന്നുണ്ടോ? വേണ്ട വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഒരു കണ്ടോ പിടിക്കായിരുന്നു പണി. എന്തോ? അല്ല ശരിക്കും പിടിച്ചിരുന്നോളാം പറഞ്ഞ. ഓ ശരിക്ക് തന്നെ പിടിച്ചിരിക്കുന്നത്. എവിടെ പിടിച്ചാലെന്താ? സെപ്റ്റിക് ആവാതിരുന്ന എന്റെ ഭാഗ്യം. ബസ്സിനകത്ത് അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ. എന്റെ വണ്ടി നിർത്തോ നിർത്തേ. എങ്ക വണ്ടി? തന്റെ വണ്ടിയാ? ഇത് എന്റെ വണ്ടിയാണ്. അതല്ല നിർത്തോ. അപ്പാ 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 അപ്പോ എന്റെ അമ്മ ഈശ്വരാ. അപ്പാ നിനക്കെന്താ കണ്ണ് കാണാൻ പാടില്ലേ? അപ്പന്റെ മേലെ ചവിട്ടി കയറി നിന്നിട്ടാ അപ്പ അപ്പാന്ന് വിളിക്കാ. അപ്പൊ റോഡിൽ കിടക്കാൻ ആരറിഞ്ഞു? അപ്പം ബസ് സ്റ്റാൻഡിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്തിനാ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പ്രതീക്ഷിക്കാൻ പോയത്? നിന്നെ കൊണ്ടുവരാൻ ഞാൻ കാറുമായിട്ട് അങ്ങോട്ട് വരുമായിരുന്നു. പിന്നെന്തിനാ അപ്പ എന്റെ അടി കയറി കിടന്നേ? സുഖമായിട്ട് കിടന്നുറങ്ങാൻ. നീ ആ സാധനങ്ങൾ എടുത്തതിനകത്ത് കിടാ. അമ്മയും ശരിയാ മക്കളും ശരിയാ അപ്പനും ശരിയാ. പാട്ടിക്കൊക്കെ സുഖം തന്നെയല്ലേ? അതെ. സുഭദ്രയുടെ പഠിപ്പെല്ലാം മുടിഞ്ഞാച്ചാ? മുടിഞ്ഞാച്ചേ എം എ ഫസ്റ്റ് ക്ലാസ്. അവര് വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ലോ ഇല്ല. വണ്ടി സ്മൂത്ത് ആയിട്ട് പോട്ടെ. എന്നാ ചപ്പാ നീ എവിടെങ്കിലും കയറി ചവിട്ടിയോ? ഇല്ല. പിന്നെ വണ്ടി നിൽക്കാൻ വഴിയില്ലല്ലോ. നീ ആ ടൂൾസ് ഒക്കെ എടുത്തേ. ഞാൻ ഒന്ന് പണിത് നോക്കട്ടെ. ഡോർ തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കട്ടാ. ആടോ നീ കുളിക്കാൻ പോവാ. തല മാറ്റി പിടിക്കണം മോനെ. யார் வந்திருக்கு? அனந்தனா? டேய் பாடா கண்ணாவா. அம்மா கடவுளே ஏண்டா நீ ரொம்ப இளைச்சு போயிடுச்சே. ஏன் இவ்வளவு லேட் ஆயிடுச்சு? காலையில இருந்து நீ வரும்னு பாத்துக்கிட்டே இருக்கு. அங்க எல்லாருக்கும் சௌக்கியமா? சௌக்கியம் இருக்கு. சுபத்ரா பாஸ் ஆயிட்டாளா? அவர் ஃபர்ஸ்ட் கிளாஸ்ல பாஸ் ஆயிடுச்சு. அடடே. டேய் விஜயலட்சுமி முதல்ல குளிச்சிட்டு டிஃபன் சாப்பிடு. வேணாம் வேணாம் வேணாம். முதல்ல டிஃபன் அப்புறம் தான் குளி. என்னடி இது தாவணிலாம் போட்டு பெரிய பொம்பளை போல ஆயிடுச்சே. அப்பா எங்க? அப்பாவா? அவர் ரோட்ல கார் கிட்ட பேசிட்டு இருக்கு. ஆமா கணபதி எங்க? பாதி யார் வந்திருக்குன்னு பாருடா. அண்ணா என்ன சௌக்கியமா? டேய் நான் அந்த வீட்டுக்கு இருந்து போகும்போது நீ சாப்பிட்டு இருந்த. 5 வருஷம் கழிஞ்சு இந்த வீட்டுக்கு வரும்போது நீ சாப்பிட்டு இருக்கா? உனக்கு வேற வேலை இல்லையா? பாவம் சின்ன குழந்தை தானே சாப்பிடட்டும். கண்ணா சாப்பிடு. சாப்பிடு சாப்பிடு. யார் அது? என்ன வேணும்? എനിക്ക് പോണം. പൊയ്ക്കോ. അല്ല പൈസ. പൈസവാ? என்ன പൈസ? റിക്ഷയുടെ പൈസ. ഓ അതുവാ. ഡേ അനന്താ റിക്ഷ വണ്ടിക്ക് പൈസ വിടറാ. എത്രേ? ഇപ്പൊ 8 രൂപ വന്നാ മതി. അപ്പോ ബാക്കി ഇനി തവണകളായിട്ട് തരണോ? കുറച്ചു മുമ്പല്ലേ തനിക്ക് 5 രൂപ വന്നത്? അത് അപ്പോഴല്ലേ. ഇത് രണ്ടാമത്തെ ട്രിപ്പ് അല്ലേ? 8 രൂപ വേണം.
അപ്പാത്തി രഥോത്സവത്തിന് പാട്ടി വാങ്ങിച്ചതാ നിനക്ക് തരാൻ. നല്ല വീട്. അപ്പാക്ക് ഇത് എപ്പടി കിടച്ചത്? அப்பா அப்படி ஒரு ஃப்ரெண்ட் நோக்கி எடுத்து கொடுத்ததாக்குமடா. அப்படியா? ட்ரான்ஸ்ஃபர் ஆகி ஒரு வாரத்துக்குள்ள வீடு கிடைச்சாச்சு. எந்த ப்ராப்ளம் கிடையாது. അയ്യടാ നല്ല വീട്. ഒന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോലും സ്ഥലമില്ല. ഓ ഇയാളൊരു ഗവാസ്കറാ. ஏய் குழந்தைக்கு கொஞ்சம் தண்ணி எடுத்து கொட்றீ. மெதுவா சாப்பிடப்பா கண்ணா. വെള്ളം. இன்னைக்கு ரொம்ப டயர்டுமா, நான் தூங்க போறேன். காலையில 9 மணி வரைக்கும் ராகு. அதுக்கப்புறம் கோவில்ல போய் கடவுளை கும்பிட்டுட்டு போனோம். ഞാൻ കാറിൽ കൊണ്ടാക്കാം. എന്താ അതൊക്കെ എന്നാ പ്രോബ്ലം? அதுதான் ப்ராப்ளம். அந்த கார்ல? ஆமா. அதுதான் ப்ராப்ளம். ഈശ്വര രക്ഷിക്കണേ. ദേവി മാമയെ. കുടിക്കുന്നതിൽ എന്താണ് മോളെ ഒരു തെറ്റ്? എന്താ മമ്മി ഇത്? ഞാൻ കുടിക്കും. ഞാനിപ്പോ അടിച്ച് ഫിറ്റാണ്. It's not a crime. എനിക്ക് നിന്റെ ഡാഡിയോട് വാക്ക് പാലിക്കണം. എന്ത് വാക്ക്? Yes, I have to keep my word. വാക്കൊക്കെ പാലിക്കാം. മമ്മി എണീക്കണം. No, ഫ്രാങ്കിക്ക് എന്താ ഒരു കുഴപ്പം? He's a nice boy. ഒരു കുഴപ്പമില്ല. No, he's a nice boy. മമ്മിക്ക് എന്തറിയാം? ഇന്നും അയാൾ എന്നെ വിളിച്ചിരുന്നു. കുടിച്ച് ലക്ക് കേട്ടു. വേണ്ട മോളെ, ഞാൻ ഇവിടെ കിടന്നോളാം. പ്ലീസ് വേണ്ട, അകത്തൊന്ന് കിടന്നാ മതി. പതുക്കെ. ഇരിക്കും. മമ്മി ഇത് കഴിക്ക്. അണ്ണാ അതിപ്പോ തീരും. അതാരാ? മേഴ്സിയാന്റിയാ. കുടിച്ചു പൂസായ പിന്നെ അമ്മയും മോളും എന്നും വഴക്കാ. ആന്റി ചെരിയുന്നത് വരെയുള്ളൂ ഈ ബഹളം. മോള് പോയി കിടന്നുറങ്ങിക്കോ. അയ്യോ അമ്മേ, അമ്മേ, ഹലോ മോളിലെ ആരാ? ഓ മേലെയാ, എന്റെ മകനാ അനന്തൻ. ആരായാലും ശരി, ഈ കോളനിയിൽ ഇത് ആദ്യത്തെ അനുഭവമാ. ഒരു പെണ്ണ് എന്തെങ്കിലും ചെയ്യുന്നിടത്ത് ഓരോന്ന് വലിച്ചെറിയ, പൊളിഞ്ഞു നോക്കുക. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? വാട്ട് ഈസ് ദി പ്രോബ്ലം? എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല, പറ്റും. പറ്റുന്ന എന്ത് പറ്റുന്ന? நீங்க அவனே கொஞ்சம் கூப்பிடணும். ആനന്ദോ. என்னப்பா? വാ. டேய், பக்கத்து வீட்டுல எட்டி பாக்குற பழக்கம் எப்போதுல இருந்து ஆரம்பிச்சாச்சுடா? சொல்ல. എന്തോ സംഭവം? എന്റെ അമ്മേ. അണ്ണൻ എന്ത് പണിയായി കാണിച്ചത്? അല്ല അത് പിന്നെ ഞാൻ ഈ മോളില് പല്ലി വെച്ചോണ്ടിരുന്നപ്പം എറിഞ്ഞില്ല, എറിയാനായിട്ട് പിന്നെ ഒന്നും അറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങിയാലോ? സമയം എത്രയെന്ന വിചാരം? ഓഫീസിൽ പോണ്ടേ? വാച്ച് കേട്ടോ മറന്നു. അതുമല്ല പിന്നെ ഞാനേ അപ്പോ എന്നെ അന്വേഷിച്ച് ആരും വന്നില്ലേ? ആരെങ്കിലും വരുമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. സ്വപ്നം ഞാന് പിന്നെ ഈ ഉറക്കത്തില് അല്ല. അണ്ണനക്ക് എന്നെ അടിച്ച് കാപ്പ് കുടിക്കാൻ വേമ്പ. അയ്യോ അമ്മേ, ഒരു 5 ഇഡലിയും കൂടെ മതി. കണ്ണാ, ദാ എടുത്തിട്ട് വരേണ്ട. ഗണപതി, ഇതൊന്ന് അവസാനിപ്പിക്കേ.
സ്കൂളിലേക്ക് കെട്ടിയെടുക്കേണ്ട സമയമായില്ലേ? അപ്പ സമയമായി. അതിന് ഈ ഗണപതി ഭഗവാനൊന്ന് എഴുന്നള്ളി കിട്ടണ്ടേ? മതി മതി തിന്നത് മതി. എനിക്ക് എനിക്ക് എങ്ങനെയുണ്ട് വീട്ടിൽ പിശാച്? பாவம் குழந்தை எழுந்திருச்சாச்சா? இதோட சாப்பிட்டுட்டு போடா. அவன் பசி அடங்கி இருக்காதண்ணா. ഈ ജന്മം അവന്റെ വിശപ്പ് മാറില്ല. നിന്നെയും എന്നെയും കൂടി ഒരുമിച്ച് പുഴുങ്ങി തിന്നാലേ അവന്റെ വിശപ്പ് മാറും. അമ്മ അപ്പ എന്താ? എനിക്ക് കണ്ണ് കാണുന്നില്ല. ஐயோ என்னடா ஆச்சு? അപ്പ கடவுளே, അപ്പ ஏண்டா அவனுக்கு கண்ணு தெரியலையா? അമ്മ അയ്യോ എനിക്ക് കണ്ണ് കാണുന്നില്ല അമ്മ. என்னங்க உங்களுக்கு கண்ணு தெரியலையா? எனக்கு கடவுளே, கண்ணு இந்த பால் சாப்பிட்டதுக்கு அப்புறம் தானே இந்த மாதிரி ஆயிடுச்சு. അമ്മ ഒരുമാതിരി ബീഡിപ്പോക. ബീഡിപ്പുകയാണോ സിഗരറ്റ് പുകയാണോ എന്ന് തെരിയല്ലേ. എന്നെ ഒരു മാതിരി പുക മാതിരി ഇരിക്കും സുപ്പമ്മ. நான் உங்க சுப்பம்மா. அது கூட தெரியலையா கடவுளே? ஐயோ நான் என்ன பண்ணுவேன்? ഇത് ഞാനപ്പ വിജയലക്ഷ്മി. ஐயோ கடவுளே. സുപ്പമ്മ പിന്നെ എവിടെ? ஏண்டி அப்பாவுக்கும் தம்பிக்கு கண்ணு தெரியலன்னு சொல்லும் போது உனக்கு சிரிப்பா வருது? ഹായ് എനിക്കിപ്പോ ശരിയായി. ശരിയായിച്ചാ? എനിക്ക് ശരിയായി. അവനവന്റെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പഠിച്ചില്ലെങ്കിലേ ഇത് എങ്ങനെ ഇരിക്കും? പന്നിക്കിടി ശരിയാ മടിച്ചാല്. போயிட்டு வாங்க சாயந்தரம் உங்களுக்கு நான் வச்சிருக்கு வாங்க. നല്ല സ്മൂത്താ വണ്ടി. എന്താ ഗണപതി വിളിച്ചോ? അയ്യോ അപ്പ വണ്ടി കൊഞ്ചം നിർത്തണം. എന്താ എന്താ പുക? ഇതുണ്ടായിരുന്നില്ലോ. ഇതെന്താ ഈ പുക? ഞങ്ങൾ നടന്നു പോയിക്കോളാം. വാട്ട് ഈസ് ദി പ്രോബ്ലം? இந்த കാർ தான் പ്രോബ്ലം. മോനെ ഒന്ന് കൈവച്ചേ. ഈ നിലയ്ക്ക് പോയാ ഞാൻ കൈവയ്ക്കും. എന്റെ ഈശ്വര. വിഘ്നേശ്വര കടവുളേ. എന്താ ചേച്ചി? ദേ ഒരു കള്ളൻ അന്ന് ജനലിൽ കൂടെ നമ്മുടെ സാരി കെട്ടാനായിരിക്കും. വാട്ട് ഈസ് ദി പ്രോബ്ലം? ഏയ് ഒന്നുമില്ല, വണ്ടി മൂവ് ആവുന്നില്ല. ഇതാ വരുന്നു. സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഞങ്ങൾ ശരിയാക്കളാം. ചിലപ്പോ ഗിയർ കേബിളിന്റെ പ്രശ്നമായിരിക്കും. ഗിയർ കേബിളിന്റെ ഇതോ? അതല്ല, അതിന്റെ അപ്പുറത്ത്. ഓ, എന്താ പേര്? ബുള്ളറ്റ്. എന്റെ ബുള്ളറ്റ് ഒന്ന് മാറിയെന്നേ. അല്ല, അവന്റെ പേര് ബുള്ളറ്റ് എന്നല്ല, കിഷോറെന്നാ. കിഷോറിനാ? ശരി, ഒന്ന് മാറിയെന്ന്. എന്താ ഓടി ഒന്നും വണ്ടിയില്ല, പിന്നെ എന്താ ശരിയായില്ല. വിട്ടോ 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 വിട്ടോ, ഞാൻ ശരിയാക്കി തരാം. ഇതിനൊക്കെ ഞാൻ ശരിയാക്കി തരാം. ബുള്ളറ്റ് അല്ലേ? എന്താ ചൂടുണ്ട്? ചൂടുണ്ട്. ഞാൻ ഓരോന്ന് തരാം. എന്താ നോക്കുന്നത്? അല്ല, അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊളുത്തിട്ടിട്ട് അതിന്റെ കൊളുത്തിട്ട് അങ്ങനെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് പണിയാലോ. ഒരു ജാക്കി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ലൊരു കളി കളിക്കായിരുന്നു. ഡയമണ്ട് ജാക്കി വേണോ സ്പീഡ് ജാക്കി വേണോ? ഞാൻ നിന്നോട് പറഞ്ഞില്ല. എന്താ ആശാനെ, സംഗതി ചളവായോ? ഞാൻ ആശാനല്ല, ബ്രാഹ്മണനാ. എടോ ബ്രാഹ്മണ, തന്നോട് ആരാ പറഞ്ഞു ഈ ശൂദ്രന്റെ പണി ചെയ്യാൻ? ഞാനിത് അയച്ചിടുമ്പോ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഓ, സത്യത്തിൽ ഇതിന് എന്താ പറ്റിയേ? വക്കീലിനോടും മെക്കാനിക്കിനോടും സത്യം പറയാവൂ. സത്യം പറ, എന്താ ഉണ്ടായേ? തന്നെ ഇത് തൊടിച്ചത് ഏറ്റവും വലിയ പ്രശ്നം. ഓഹോ, അങ്ങനെയായ. നമുക്ക് ശരിയാക്കിയെടുത്തോളം മതി. മതിയോ? ഞാൻ പോട്ടെ. ഇന്നത്തെ കാലിലോട്ട് കയറ്റിക്കേ. കേറ്റിനോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഓഫീസിൽ പോവല്ലേ, മടങ്ങി വരുമ്പോ ഈ സാധനങ്ങളും കയറ്റാം, നിങ്ങളെയും കയറ്റാം. പോരെ? ആസൂത്രം വേണ്ട, താനല്ലേ ഈ പണിയെല്ലാം ചെയ്തത്. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെ എടുത്ത ഒരുമാതിരി മുഴുവൻ പറഞ്ഞേ മുഴുവൻ ഇപ്പൊ പറയണില്ല, ബാക്കി നിനക്കറിയാലോ. ആ പെട്രോൾ ടാങ്ക് എടുത്തേ.
ഇതിൽ പെട്രോൾ ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വര, ഇതിൽ പെട്രോൾ ഇല്ല. പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ആവുക? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോ. പുതിയ കാര്യമാണല്ലേ. ഗുഡ് മോർണിംഗ് സാർ. എന്ത് പറ്റി സാർ? എന്താ സാർ പറ്റിയത്? ഒന്നും പറ്റിയില്ല. എന്താ വല്ലതും പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കരി ഓഫീസ് സമയത്താണല്ലോ ശൃംഗാരം തെണ്ടി. 3-4 കുട്ടികളായില്ലോ എനിക്ക്. നിർത്തിയേട്ടവനെ. സഹൃദയരെ, കലാകൈരളിക്ക് മുമ്പിൽ താനൂർ താഹ അവതരിപ്പിക്കുന്ന ഷീലെ നീ കരയരുത്. ഞാൻ കഥയിലേക്ക് കിടക്കുകയാണ്. അതാ അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട്? തന്നോടല്ല അടുത്ത ഓഡിയൻസിനോടാണ്. അതാ അങ്ങോട്ട് നോക്കൂ. മന്ദാരം കുന്നിലെ പാമരച്ചോട്ടിയിലെ, മന്ദാരം കുന്നിലെ പാമരച്ചോട്ടിയിലെ മഞ്ഞക്കാമല പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിലൂടെ ഒരു ചെറുപ്പക്കാരനായ യുവ കോമളൻ മന്ദം മന്ദം നടന്നു വരികയാകും. വഴിയോരത്തെ കൊച്ചു കുടിലിനു മുമ്പിൽ അയാൾ നിന്നു. സാമസുന്ദരമായ കുടിൽ. മുറ്റത്താരുമില്ല, ശൂന്യം. അയാൾ ജനലിനുള്ളിലൂടെ മെല്ലെ മെല്ലെ ഒളിച്ചു നോക്കി. അതാ അയാൾ വരുന്നു. മന്ദം മന്ദം മുന്നോട്ട് 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 വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്. എന്തും സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ സമയമാണ്. ക്രിട്ടിക്കൽ ടൈം. ചുറ്റും ശത്രുക്കളാണ്. പേടിക്കണ്ട. മുകളിലിരിക്കുന്നവന്റെ കൃപ നിങ്ങൾക്കുണ്ട്. ഗോഡ് ഈസ് ദേർ. ശുദ്ധ ജാതകമാണ്. സോ യു ഡോണ്ട് വറി. ഇത് എന്തെങ്കിലും വറി ഉണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ ഇരിപ്പില്ലേ? ജാതക കൃഷ്ണ. എന്നാ ഞാൻ വരാം. പുതിയതായി വന്ന ആയുർവേദ ഡോക്ടർ ചെറുപ്പക്കാരനാണെന്ന് കമ്പൗണ്ടർ പറഞ്ഞു. പക്ഷേ ഇത്ര സുന്ദരനാണെന്ന് ഞാൻ കരുതിയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ നമ്മുടെ പുതിയതായി വന്ന ഡോക്ടർ എന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. വരട്ടെ. ആ കൃഷ്ണ, വാടക കൃത്യമായി കൊണ്ട് തരണം. വരട്ടെ. ഒന്ന് പരിചയപ്പെടാൻ വന്നാ. ഇരിക്കൂ. ഐ എം ജാതക് കൃഷ്ണ. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ഹോറോസ്കോപ്പ്. അപ്പുറത്താ. ഞാൻ കണ്ടു. എന്നെയോ? അല്ല, ബോർഡ്. എന്റെ പേര് അനന്തൻ. ഇവിടെ എവിടാ താമസം? ഓഫീസേഴ്സ് കോളനിയില, 2nd സ്ട്രീറ്റ് 7A. അറിയൂ, എനിക്ക് ഓഫീസേഴ്സ് കോളനി നല്ല നിശ്ചയമില്ല. ഇന്നാരും പഠിപ്പിക്കണ്ട. വേണ്ടി വന്നാൽ താഹ ഒറ്റക്ക് പാടും, പറയും ചെയ്യും. ഇത് താനൂർ താഹയാണ് പറയുന്നത് മനസ്സിലാക്കണം കേട്ടോ. എന്ത് മനസ്സിലാക്കി നിങ്ങള്? ഇന്നാരും പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താണോ താഹയുടെ ഒരു ബഹളം? അല്ല, എനിക്ക് താളല്ല, നിന്റെ പക്കമേളക്കാരെ. ഇന്ന് എന്റെ ഉമ്മ വെച്ചത് എന്നെ ഒരു താളത്തിലാണ്. ആദ്യ താളം. ഇതാണ് സുപ്രസിദ്ധ ഗാഥകൻ താനൂർ താഹ. അഭിവാദനങ്ങൾ. ഡോക്ടർ സാർ വന്നു എന്നുള്ളതൊരു കമൗണ്ടർ പറഞ്ഞു. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതെന്ത് സന്തോഷാണ്? സന്തോഷിക്കാൻ കിടക്കണതല്ലേ ഉള്ളൂ. സത്യത്തിൽ ഡോക്ടറുടെ ജീവിതത്തിലെ ഒരു ചേഞ്ചിന്റെ സമയമാണിപ്പോ. എന്ത് ചേഞ്ച്? ഇതങ്ങനെ ചുമ്മാ പറയേണ്ട കാര്യമല്ല. ദക്ഷിണയും ചില്ലറ ചെലവുകളും ഒക്കെ ഉണ്ടല്ലേ? അതെ. വിനോദി ഇവൻ പറഞ്ഞതാ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഹലാക്കിനോട് ചോദിക്കാം. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കമ്പ്യൂട്ടറിനെ ഹലാക്ക് എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. സോറി. ഒരു വിവരമില്ല സാർ. ആർക്ക്?